ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റി പൊട്ടുവെള്ളരി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളരിയുടെ സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ട് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ റെസിപ്പിയുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കോക്കനട്ട് മിൽക്കാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കോക്കനട്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ഒരു 2 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് അതിൽ നിന്ന് വാരിയെടുത്തിട്ടാണ്, കഴുകിയൊന്ന് വാരിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ജാറിലേക്ക് ആക്കി 2 തവണയായിട്ട് അത് അരച്ചെടുക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളത് അരിപ്പയിൽ വെച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു പാലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിൽ തണുപ്പിന് വേണ്ടിയിട്ട് ഐസ് ഇടുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം ഐസ് ട്രേയിലല്ല വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളൊരു പാത്രത്തിലാണ് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഐസ് ക്യൂബ്സ് ഇടുന്നതിനേക്കാളും കുറച്ചുകൂടി തണുപ്പ് നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ, കട്ടിയുള്ളൊരു പാത്രത്തിൽ വെക്കുമ്പോൾ കൂടുതൽ നമ്മൾക്ക് ഐസ് കിട്ടും. അപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി തണുപ്പ് കിട്ടാനായിട്ടും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ തേങ്ങ അരച്ചെടുത്ത ആ ഒരു സെയിം ജാറിലേക്ക് തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഏലക്കയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും നന്നായിട്ടൊന്ന് പൗഡർ പോലെ ഒന്നായി വരണം. നമ്മളിപ്പം ഐസ് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പഞ്ചസാര നമ്മൾ എടുക്കേണ്ടി വരും കേട്ടോ. കാരണം നോർമലി നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ പഞ്ചസാര നമ്മൾ ഐസ് ഇടുമ്പോൾ വേണം. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിപ്പം ആദ്യം എടുത്ത ആ ഒരു പഞ്ചസാര കുറച്ചുകൂടി നമുക്ക് അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ആവശ്യം വന്നപ്പോൾ നമ്മൾ രണ്ടാമത് വീണ്ടും അതൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിതുപോലെ തന്നെ എന്തായാലും ആവശ്യത്തിന് കുറച്ച് എടുത്തൊന്ന് അടിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് മധുരമൊക്കെ നോക്കി ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ പീസാക്കി വെച്ച ഈ ഒരു വെള്ളരിയിലേക്ക് നമ്മുടെ ഈ ഒരു അരച്ച് വെച്ച ആ ഒരു ഏലക്കയും പഞ്ചസാരയും കൂടിയുള്ള ആ ഒരു പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ ഈ ഒരു വെള്ളരിയിൽ തന്നെ ഉണ്ടാകുന്നൊരു നാര് പോലത്തെ ഒരു സംഭവമുണ്ട്, അതായിരുന്നു ആ റിമൂവ് ചെയ്തത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ആ ഒരു പിഴിഞ്ഞ് വെച്ച പാലാണ്, തേങ്ങാപ്പാലാണ്. അതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആരും പരമാവധി മിക്സിയിൽ അടിച്ച് മിക്സ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടുവെള്ളരി ജ്യൂസ് കുടിക്കുമ്പോൾ എപ്പോഴും നമ്മൾക്ക് അതിൻ്റെ ഒരു എക്സാക്റ്റ് ടേസ്റ്റൊക്കെ ഒന്ന് അറിയണം. അതൊന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ നമ്മളൊരു കയ്യിലുകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം ഉടച്ചെടുക്കുക എന്നുള്ളതാണ്. എങ്കിലും നമ്മൾ ആ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾക്ക് ആ ഒരു പൊട്ടുവെള്ളരിയുടെ പീസ് ഒന്ന് കടിക്കാൻ കിട്ടുന്നത് എപ്പോഴും ഇതിനൊരു ടേസ്റ്റ് കൂടുതൽ തരാനായിട്ട് സഹായിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും എന്തായാലും ഒന്ന് മിക്സിയിലൊന്നും അടിക്കാണ്ട് ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ എടുക്കുന്നത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്, മിക്സിയിലൊന്നും അടിക്കാതെ. നമ്മൾക്കിതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം കുറച്ച് കട്ടിയുള്ള പീസൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മൾ ആ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, കുറച്ചുകൂടി പഞ്ചസാര നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് പഞ്ചസാര മാത്രമായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.